guys, and once again welcome back to my YouTube channel. പിന്നെ നമ്മളൊരു സ്കൂൾ ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യുന്നത്. എനിക്ക് ഇന്ന് സ്കൂളിൽ പോകാൻ യാതൊരു വക മൂടുമില്ല. ഫസ്റ്റ് റീസൺ, ഞാൻ ക്രാങ്കാണ്. എനിക്ക് നല്ല ജലദോഷമുണ്ട്. ജലദോഷവും പനി ഉള്ളിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വയ്യ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. 3-4 ആഴ്ച മുന്നേ ഇതൊന്നും വന്ന് പോയതാണ്. അപ്പോൾ ഇത് അടുത്തത് പിന്നെ തുടങ്ങുകയാണ് എൻ്റെ വെക്കേഷന് മുന്നേ ആയിട്ട്. എനിവേ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇന്ന് എനിക്കൊരു എക്സാം ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ സ്കൂളിൽ പോകുന്നതാണ്. കാരണം ഇല്ലെങ്കിൽ ഡോക്ടറുടെ അടുത്ത് പോയിട്ട് നമ്മൾ ലീവ് ആണെന്നുള്ളൊരു സംഭവം എഴുതി വാങ്ങിക്കേണ്ട വരും എന്ന് പറയും. പക്ഷെ അത് വാങ്ങാൻ പോകാൻ എനിക്ക് മടിയായത് കാരണം വേറെ ഒന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഈ പനി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരി യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ് വേറൊരു ഡോക്ടറുടെ അടുത്തൊക്കെ പോകാൻ പറഞ്ഞായിരുന്നു. ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പോകുമ്പോൾ അതിനെപ്പറ്റി ചോദിക്കും. കാരണം എൻ്റെ കിഡ്നിക്ക് എന്തോ കുഴപ്പമെന്നായിരുന്നു അന്ന് പുള്ളിക്കാരി പറഞ്ഞത്. വെള്ളം കുടിക്കാനുണ്ടാകുന്ന എനിക്കറിയാം. കാരണം പനി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ടാണ് എനിക്ക് പെയിനോ വേറെ കാര്യങ്ങളോ കുഴപ്പമൊന്നും ഇട്ടായിരുന്നില്ല. അപ്പം ഞാൻ പിന്നെ പോയില്ല. പിന്നെയും ക്ലാസ് കട്ട് ചെയ്ത് പോകണം, അതുകൊണ്ട് പോയില്ല. ഇപ്പോൾ ഇതേ റെഡിയായി നിൽക്കുകയാണ്. തണുപ്പുണ്ട്. കാണിച്ചു തരാം, ഡ്രസ്സ് കാണിച്ചു തരാം. എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾക്ക് മൊത്തം കാണാൻ പറ്റുമെന്ന്. ഇവിടെ അത്ര വലിയ വെട്ടമില്ല. ഒരു മിനിറ്റ്. ഓക്കെ, അതായത് ഒരു വാമായിട്ടുള്ളൊരു ലെഗിങ്സ് അല്ലെങ്കിൽ ജിക്കിങ്സോ എന്താണെന്ന് പറയുന്നത് അത്. പിന്നെ എൻ്റെ ഷൂവ്, എൻ്റെ അടിയിൽ എൻ്റെ ഈ പറയുന്നൊരു കുഞ്ഞു പുള്ളോവർ, പിന്നെ ഇത് ജാക്കറ്റാണ് ഞാൻ പൂട്ടിയിട്ട കേട്ടോ. പിന്നെ ഈ ഒരു ഷോള് കഴുത്ത് ഇടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഇത്ര ഇട്ടിട്ടാണ് പോകുന്നത്. എൻ്റെ അടിയിൽ വേറെ തെർമൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും അപ്പം അങ്ങനെ നല്ല ജലദോഷം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കൈ കരുതണം. നല്ല ജലദോഷം ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ നമ്മളൊരു ടിഷ്യൂ കൈ കരുതണം. ഞാനിതൊന്നും നാട്ടിൽ വെച്ച് യൂസ് ചെയ്യുന്ന ഒരാളെ അല്ല. ഇപ്പം എനിക്കൊരു കിൻഡൽ കണക്കിന് ടിഷ്യൂ ഇതുപോലത്തെ ഒരു 10-20-30 പാക്കറ്റ് ഇപ്പം എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്. ഞാൻ ഇവിടെ വന്നപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. നാട്ടിൽ ടവലായിരുന്നു. ടവലല്ലേ ഞാൻ തുവാല എന്നൊക്കെ പറയും, അതായിരുന്നു യൂസ് ചെയ്യുന്നത്. പക്ഷേ പറയും പോലെ അതുപോലെ ഇതായിരിക്കുന്നുണ്ടോ ഇവിടെ. ഇത് കണ്ടോ, അത് ഇന്നലെ പിസ്സ കഴിച്ചിട്ട് ഞാൻ വെച്ചിരിക്കുന്നതാണ്. പ്ലേറ്റ് മാത്രമേ ഉള്ളൂ, പിസ്സ എൻ്റെ അതില്ല. ക്ലീൻ പ്ലേറ്റ് ആണ്, കാരണം പിസ്സ ആയതുകൊണ്ട്. ഞാൻ ഇതെങ്ങോട്ട് പോകുന്നത് വെളിവില്ല. ഇത് ബാഗിലെടുത്ത് വെക്കട്ടെ. ഞാൻ പയ്യെ ഇറങ്ങട്ടെ കേട്ടോ, സമയമായി. ഇനി ബസ്സിലൊക്കെ കയറിയിട്ട് പിന്നെ ഞാൻ, കാരണം ഞാനൊന്നും പഠിച്ചിട്ടുമില്ല. 3 ടീച്ചർമാരുടെ പരീക്ഷ ഒരുമിച്ചാണ്. ഇന്നലെയും പരീക്ഷ ഉണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ലാണ്ട് എഴുതി വെച്ചു, മാർക്ക് കിട്ടുമായിരിക്കും. ഇത് ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. അതുകൊണ്ടോ, കാരണം ഇന്നലെ രാത്രി പഠിക്കാനൊക്കെ ഓർത്തിരുന്നു. പക്ഷേ എനിക്ക് ഈ ശ്വാസം മുട്ടും, എനിക്കിപ്പോൾ തന്നെ ശ്വാസം മുട്ടാൻ തുടങ്ങി. അതും ഇതും പെയിനും നല്ല തലവേദനയൊക്കെ കാരണം ഞാൻ ഇന്നലെ കിടന്നുറങ്ങി. എനിക്ക് ഒട്ടും വയ്യായിരുന്നു. തോക്കണ്ട, അത്രേ ഉള്ളൂ. അപ്പം ശരി, ഞാൻ പോട്ടെ. ഇനി വന്ന ശേഷം എനിക്ക് വന്ന വലിയൊരു മാറ്റമാണ് ഈ പറയുന്ന ഇരുട്ടിലൂടെ നടക്കാൻ പഠിക്കുക. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം എത്രത്തോളം ഇരുട്ടുണ്ട് ഇവിടെ. എൻ്റെ ഒരു മനുഷ്യനും ഇല്ല ഇവിടെ. നാട്ടിൽ നിങ്ങൾക്ക് എന്നെ കാണത്തില്ല, അത് വേറൊരു കേസ്. ഞാൻ ബാക്ക് ക്യാമറ എടുത്ത് ഫ്ലാഷ് അടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് റോഡ് മര്യാദയ്ക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് അങ്ങനെ എടുക്കാത്ത കേട്ടോ. അപ്പം നിങ്ങൾക്കിപ്പം മനസ്സിലായിട്ടുണ്ടാവും, കുറേ പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. നാട്ടിൽ എൻ്റെ റൂമിൽ നിന്ന് വെളിയിൽ ഇറങ്ങില്ലാത്ത ഞാൻ ഇപ്പോൾ ഈ ഇരുട്ടത്തോടെയൊക്കെ തന്നെ നടന്നു പോവും. എൻ്റെ പല്ല് കാണത്തില്ല, ഇങ്ങനെ നടന്നൊക്കെ പോവും. അപ്പം അതെനിക്ക് വന്ന ഏറ്റവും വലിയൊരു മാറ്റമായിട്ട് ഞാൻ കാണുന്നു. ഇരുട്ടുണ്ട് ഇവിടെ എന്നുള്ളത്. ഇപ്പം ഞാൻ ഈ ഒരു ലൈറ്റിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇവിടെ വന്നിട്ട് പഠിച്ചൊരു കാര്യമാണ്. സർവൈവലിന് വേണ്ടിയിട്ട് നമുക്ക് പേടിയുള്ള കുറേ കാര്യങ്ങൾ മാറ്റി നിർത്തി ചെയ്യും. അതുപോലെ എനിക്ക് പണ്ട് ഇഷ്ടമായിരുന്ന കാര്യങ്ങൾ ഇപ്പം എനിക്ക് ചെയ്യാൻ പേടിയുമാണ് കേട്ടോ. ജീവിതത്തിൻ്റെ ഓരോ പോക്കേ. ഞാൻ ആൽഫീൽഡിൽ വന്നെത്തിയിട്ടുണ്ട്. ഇവിടെ ഇരിക്കുകയാണ്, ബസ് സ്റ്റേഷനിൽ ബസ് കയറാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇപ്പോൾ സ്കൂൾ പിള്ളേർക്ക് ക്ലാസ്സിലാണ് തോന്നുന്നു. അതുകൊണ്ട് സ്കൂൾ വണ്ടി അല്ലേ വരുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്ന സ്കൂൾ വരെ കൊണ്ടുപോയിട്ടാണ്. ഇതിപ്പോൾ ഇവിടെ നിന്ന് നടന്നു പോകണം. പിന്നല്ല, ഞാൻ നടന്നു പോയാൽ എനിക്ക് ഭയങ്കര മുട്ടുവേദനയായിരുന്നു നടന്നിട്ട്. അങ്ങനെ നടക്കാറില്ല ഒത്തിരി, അതുകൊണ്ടായിരിക്കും. ഇനിയിപ്പോൾ എനിക്ക് ഒട്ടും പറ്റത്തില്ല ഇന്നത്തെ ദിവസം. അതുകൊണ്ട് പിന്നെ ഞാൻ ഓർത്തൊന്നാം നടന്നു പോകണ്ട, ബസ് വരട്ടെ, വേറൊരു ബസ്സിന് ലേറ്റായിട്ട് ക്ലാസ്സിൽ കയറിയാലും കുഴപ്പമില്ല എന്ന് ഓർത്തിട്ട് ഇപ്പോൾ ഇവിടെ ഇരിക്കുക. ഗ്യാസ് കയറുന്നതാണ്, രാവിലെ ഒന്നും കഴിക്കാണ്ടിരിക്കും. എൻ്റെ അടുത്തുള്ള നെറ്റും ഉണ്ടായിരുന്നു. അവിടെ പോയി ഞാൻ ഒരു വെള്ളവും ഒരു ബിസ്ക്കറ്റും വാങ്ങിച്ചു. പറ്റുന്നില്ല ഗൈസ്, നല്ല തണുപ്പുണ്ട് ഇവിടെ. പിന്നെ ഇവിടെ കുറച്ച് നേരം ഇരിക്കും. ഇതുവരെ ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല.
എന്നെപ്പറ്റി ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര വലിയ അഭിപ്രായമായിരുന്നു സെക്കൻഡ് ഇയറിൽ. അതൊക്കെ ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് മാറിക്കോളും. കാരണം ഒന്നും പഠിക്കാനുള്ള വന്നില്ല, എനിക്ക് പറ്റത്തുണ്ടായിരുന്നില്ല പഠിക്കാൻ. പറ്റാത്തതുകൊണ്ട് പഠിച്ചില്ല, അതുകൊണ്ട് ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നു. അറിയില്ല, അപ്പം ഞാൻ പയ്യെ ഇരുന്നെന്തെങ്കിലും നോക്കട്ടെ. അങ്ങനെ എൻഡിലേക്ക് നമ്മൾ സ്കൂളിൻ്റെ അങ്ങോട്ടേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ കാണുന്ന വെട്ടവും വെളിച്ചവും നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം വീഡിയോ എടുത്തപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും താണ്ടി വേണം വരാനെന്ന് ഞാൻ പറഞ്ഞു. എന്ത് ഭംഗിയാണെന്ന് പറയും ഇപ്പം മരങ്ങൾ കാണാൻ. ഒക്ടോബർ അല്ലേ, അയ്യോ ഇവിടെയാണ്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ശരിക്കും ഒരു ബ്യൂട്ടിയാണ്. ഈ ഓട്ടം സീസൺ അല്ലേ ഇത്, ഒക്ടോബർ എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ഭംഗി. അപ്പം ഞാൻ വഴി നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ടീച്ചറൊക്കെ ക്ലാസ്സിലെത്തി. ഒന്നും നമുക്ക് വിഷയമുള്ള കാര്യമില്ലല്ലോ. എനിക്ക് ഒത്തിരി ഒന്നും വരാനില്ല കേട്ടോ, കാര്യം പറഞ്ഞാൽ അവിടെ നിന്ന് ബസ്സില്ലാത്തതുകൊണ്ടാണ് ഇത്ര ചുറ്റി വളഞ്ഞൊക്കെ വന്നത്. നടക്കാനാണ് ഇപ്പം ഞാൻ എത്തിയത്. എന്നാലും വെട്ടം മാറിയൊരു പോക്ക്. നിങ്ങൾ തന്നെ കണ്ടപ്പോൾ ഒരു ഭയങ്കര രാത്രി കൂരിട്ടായിരുന്നു. ഒറ്റയടിക്ക് വെട്ടം മാറി. ഞാൻ പോയി ക്ലാസ്സിൽ കയറട്ടെ. പിന്നെ എപ്പോഴേലൊക്കെ നമുക്ക് കാണാം. ക്ലാസ്സിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, എനിക്ക് ഒന്നാമത് പറ്റത്തില്ല. അപ്പോൾ പിന്നെ കാണാം. ഗായ്സ്, ഞാനൊരു വ്ലോഗ് എടുക്കാറുള്ളൂ എന്നുള്ളൊരു കാര്യം ഞാൻ ഫുള്ളായിട്ട് മറന്നുപോയി. അപ്പോൾ അത് എൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെ അതിന് നേരെ വന്നിരിക്കുകയാണ്. കുറേ കാര്യങ്ങൾ നടന്നു സ്കൂളിൽ. എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ട് എനിക്ക്. അപ്പം എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇപ്പം എനിക്ക് പറ്റില്ല, കാരണം ചാർജിലൊരു തലയുള്ളൂ. പിന്നെ വണ്ടിയുടെ കേസ് വണ്ടി എപ്പോഴാണ് വരുന്നതെന്നൊക്കെ നോക്കിയിരിക്കണം. പിന്നെ ഇപ്പോൾ ഇവിടെ സാർ വണ്ടിക്ക് എൻ്റെ അപ്പുറം ചേട്ടൻ ഇരിക്കുന്ന പുള്ളിയുടെ ഫേസ് എടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ വെച്ച് സംസാരിക്കുന്നത്. എൻ്റെ മൊത്തത്തിൽ കാണാൻ ഒരു കൂമഷ് ലുക്കില്ലേ, അതെനിക്കറിയാൻ എൻ്റെ അടുത്ത് ഇപ്പോൾ ടീച്ചർ പറഞ്ഞോളൂ. ഒരു വിറ്റ്സിഷ് ആയിട്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പോശം. അപ്പം ഞാൻ എന്തായാലും വണ്ടിക്ക് വന്ന് വീട്ടിൽ പോയിട്ട് നമുക്ക് കാണാം.